ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയം രണ്ടായിരുന്നു. ഒന്ന്, രാജ്യത്തുള്ള ആസ്തികളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ വരണം, അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ വരുത്തണം. രണ്ട്, എല്ലാവർക്കും ഒരു ജോബ് കാർഡ് കൊടുക്കണം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇത് പൊതുചർച്ചയ്ക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് കൂടുതൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഇത് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ വികസിപ്പിച്ചെടുക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ ആശയ നിർദ്ദേശകനായ ശ്രീമാൻ ജീസസ് സാംബശിവൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് കൂടുതലായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടായ പ്രതികരണങ്ങൾ 3 തരത്തിലുള്ളതാണ്. ഒന്നാമതായി, ഇതിനെ കൂടുതൽ ആളുകളും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ വളരെയധികം പേർ സ്വാഗതം ചെയ്യുമ്പോഴും ധാരാളം സംശയങ്ങൾ ഉയർത്തിയിരുന്നു. മൂന്നാമതൊരു കൂട്ടരാകട്ടെ ഇത് പാടെ തള്ളിക്കളഞ്ഞു. ഇത് ഭ്രാന്തൻ ആശയമാണെന്ന് വരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായാലും കമൻ്ററി ബോക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ജോബ് കാർഡ് സംബന്ധമായിട്ടുള്ള ചോദ്യമായിരുന്നു. ജോബ് കാർഡ് യഥാർത്ഥത്തിൽ ഒരു കറൻസിക്ക് സമാനം തന്നെയല്ലേ, അല്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ കറൻസി പേയ്മെൻറ്റിന് സമാനമായിട്ട് വരില്ലേ എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള പ്രതികരണം. ഒപ്പം തന്നെ ആ ചോദ്യങ്ങൾ ചോദിച്ചവർ ഒരു കാര്യം കൂടി അവർ സംശയം ഉയർത്തിയിരുന്നു. ആളുകളുടെ ഉൽപ്പാദനശേഷി വ്യത്യസ്തമാണല്ലോ. ഒരു ഡോക്ടറുടെ ഉൽപ്പാദനശേഷിയും ഒരു പ്ലംബറുടെ ഉൽപ്പാദനശേഷിയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമല്ല. ഈ സാഹചര്യത്തിൽ ഇവരുടെ ഉൽപ്പാദനക്ഷമതയിലുള്ള വ്യത്യാസം എങ്ങനെ ഈ ജോബ് കാർഡിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ജീസസിൻ്റെ അഭിപ്രായം തേടാം. ജോബ് കാർഡ് 33 തരം ജോബ് കാർഡുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അതായത് ഓരോ ജോലിക്കും വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ജോബ് കാർഡ്, അതായത് സിമിലർ ടു ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് കാർഡ് നൽകുന്നു. അതുവഴി എല്ലാം സൗജന്യമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് പൗരന്മാർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുമ്പോൾ ശമ്പളത്തിന് പകരം, പണത്തിന് പകരം 160 മണിക്കൂർ ഒരു മാസം ജോലി ചെയ്യുന്ന ഒരാൾക്ക് അത് മാസം തോറും റിന്യൂ ചെയ്യണം, പുതുക്കണം. ശമ്പളത്തിന് പകരം ജീവിത സൗകര്യം, അതായത് പണത്തിന് പകരം ജീവിത സൗകര്യങ്ങൾ, അവശ്യ സാധനങ്ങൾ, അവശ്യ സർവീസുകൾ ഇവ കൊടുക്കുന്നു. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് മണി, ആ പണമെന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബ് കാർഡ് കറൻസിക്ക് പകരമാവില്ല. മറിച്ച് ഇവിടെ ജോബ് കാർഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ജോബ് കാർഡിന് അർഹരാണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ തൊഴിൽ അവകാശമായിട്ടാണ് ഇതിൽ കണക്കാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ കുട്ടികൾ, പ്രായമായവർ, ആശ്രിതർ, ഇവർക്കെല്ലാം, അതിൽ കുട്ടികളുടെ കാര്യം മാത്രമാണ് 18 വയസ്സിന് താഴെയുള്ളവരാകുമ്പോൾ അവർക്ക് ജോബ് കാർഡ് കിട്ടില്ല. അവർക്ക് എല്ലാം സൗജന്യമാണ്, എല്ലാം സൗജന്യമായിരിക്കണം. എല്ലാം സൗജന്യമായിരിക്കും. അപ്പം അത് ഏത് അടിസ്ഥാനത്തിലാണ് ആ ജോബ് അവരുടെ സൗജന്യം കൊടുക്കുക? 18 വയസ്സ് വരെ. അതല്ല, അത് ജോബ് കാർഡ് കൊണ്ട് കൊടുത്താലാണല്ലോ നമുക്കൊരു സൗജന്യം കിട്ടുന്നത്. ഈ കുട്ടികളുടെ പേര് വിവരങ്ങൾ ഈ ജോബ് കാർഡിൽ റേഷൻ കാർഡ് പോലെ രേഖപ്പെടുത്തിയിരിക്കുമോ? അതായത് വേണമെങ്കിൽ അതൊരു പുതിയ നിർദ്ദേശമായിട്ട് പരിഗണിച്ച് എൻ്റെ ഒരു സജഷൻ ഇതാണ്: കുട്ടികൾക്ക് ജൂനിയർ ജോബ് കാർഡ് കൊടുക്കാം 18 വയസ്സ് വരെ. അതായത് അത് വെച്ച് ന്യായമായ ഏത് ആവശ്യവും അംഗീകരിച്ച് കൊടുക്കാം. പിന്നെ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ
മികവനുസരിച്ച് അതിൽ നിയന്ത്രണം വരുത്താം. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഈ പണമെന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇവിടെ ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്നത് വലിപ്പ ചെറുപ്പം അനുസരിച്ചിട്ടുള്ള വിവിധ തരം ജോബ് കാർഡുകൾ വരുന്നത് കൊണ്ടിട്ട് ആളുകൾക്ക് അസ്വസ്ഥതയോ അസ്വാരസ്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ, അതായത് പണമാണ് ഈ വികസനങ്ങൾക്കെല്ലാം തടസ്സം. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു ബാർട്ടർ എക്കോണമിയിലേക്ക് പോവുകയല്ലേ? തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സാധനം കൊടുത്താൽ മറ്റൊരു സാധനം കിട്ടുകയുള്ളൂ. ഇതിലങ്ങനല്ല. ഈ ജോബ് കാർഡ് വെച്ച് എന്തും നേടാം. A to Z ആണ്. അതിൽ തന്നെ തരംതിരിവുണ്ടായിരിക്കും എന്നേ ഉള്ളൂ. അല്ല, ജോബ് കാർഡുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന സമ്പ്രദായം ഉണ്ടാവൂ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതേസമയം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്ത് ഒന്നിൽ കൂടുതൽ ജോബ് കാർഡ് ആവാം. അത് മാത്രമല്ല, ഒരാളുടെ ജോബ് കാർഡ് വഴി കിട്ടുന്ന സാധനങ്ങൾ അയാളുടെ അക്കൗണ്ടിൽ തന്നെ ബാർട്ടർ സിസ്റ്റം വഴി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ കാറ് തന്നെ പലതരം ഉണ്ടല്ലോ, TV തന്നെ പലതരമുണ്ട്. അപ്പോൾ എല്ലാം നമ്പർ 1 ക്വാളിറ്റി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങളിൽ മുന്തിയ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൈക്കലാക്കാം. അതായത് ഒരാളുടെ അക്കൗണ്ടിൽ തന്നെ ബാർട്ടർ സിസ്റ്റം വഴി സാധനങ്ങൾ ഏത് വേണമെന്ന്, ഏത് ഒന്നാം നമ്പർ സാധനം വേണമെന്നുള്ളത് സിസ്റ്റം കടന്നു വരുന്നതെന്നാണ്. തീർച്ചയായിട്ടും. അതായത് അല്ല, രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും അതുപോലെ തന്നെ ജില്ലകൾ തമ്മിലും അല്ലെങ്കിൽ പഞ്ചായത്തുകൾ തമ്മിലും ഈ ബാർട്ടർ സിസ്റ്റം വഴി മെറ്റീരിയൽസ് കൈമാറാം. അങ്ങനൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഒരു മിക്സറാണ്. ഒരു വശത്ത് ബാർട്ടർ സിസ്റ്റം നടക്കും, മറ്റൊരു സ്ഥാനത്ത് ജോബ് കാർഡ് നടത്തും. അതെ, അപ്പോൾ ഒരു അക്കൗണ്ടിങ് പ്രശ്നം കടന്നു വരത്തില്ലേ? അല്ല, അതുണ്ടാവും. അത് എല്ലാത്തിലും ഏത് സിസ്റ്റം ആയാലും വരും. ഈ ഇന്നത്തെ സിസ്റ്റം പരമാവധി പരിമിതികൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പുതിയൊരു സിസ്റ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ല, ഇപ്പം ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും വലിയ പ്രശ്നമില്ല. അക്കൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന മാനിപ്പുലേഷനെ പ്രശ്നമുള്ളൂ. അക്കൗണ്ടിങ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എങ്കിലും ഈ ഇത് നടപ്പിലാക്കുമ്പോൾ വരുന്ന എല്ലാ അസൗകര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്ത് അതിനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേടാവുന്ന നേട്ടങ്ങൾ ചെറുതല്ല. പക്ഷേ ഇത് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് വരണ്ടേ? അതൊന്ന് വിശദീകരിക്കുക. അതായത് എല്ലാ രാജ്യങ്ങളും GDP വർദ്ധിപ്പിക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും 2% താഴെയാണ് GDP നിൽക്കുന്നത്. ചിലതൊക്കെ നെഗറ്റീവിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ GDP വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്, അതായത് GDP എന്ന് പറയുമ്പോൾ ശരിക്കും ഉൽപ്പാദനം കൂട്ടുക, അതാണ് ലളിതമായിട്ട് നമുക്ക് പറയാവുന്നത്. ഈ ഉൽപ്പാദനം കൂട്ടുന്നതിന് ഇപ്പോഴത്തെ തടസ്സം എന്താണ്? പണമില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പണമില്ല, ജനങ്ങളുടെ കയ്യിലും പണമില്ല. അപ്പോൾ തടസ്സം പണമാണ്. അപ്പോൾ പണം എന്ന് പറയുന്നത് തടസ്സം മാറ്റി ഈ പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും സംയോജിപ്പിക്കുന്നു. സ്വതന്ത്രമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും മാൻ പവറും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും ഗവൺമെൻറ് പണത്തിൻ്റെ തടസ്സം കൂടാതെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ ഈ CFS വഴി, കറൻസി ഫ്രീ സൊല്യൂഷൻ വഴി വന്നാൽ തീർച്ചയായിട്ടും ഉൽപ്പാദനം നടത്താൻ, അത് ഏത് തരത്തിലുള്ള ഉൽപ്പാദനം നടത്താനായാലും പണം പ്രശ്നമല്ല. ഇപ്പോൾ കൃഷി ഒക്കെ വികസിപ്പിക്കുക, അതിന് പണം വേണ്ട ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇരട്ടി അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ 5 ഇരട്ടി വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ GDP വർധന എത്രയാവും? അതുപോലെ തന്നെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ
ചെറുകിട വ്യവസായവും വൻകിട വ്യവസായത്തിനുമൊക്കെ അസംസ്കൃത വസ്തു വേണ്ടി വരും. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യം അതല്ല. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. 5 ഇരട്ടി പോലും അല്ല. ഇവിടെ GDP വർദ്ധിപ്പിക്കാൻ പണം തടസ്സമല്ലാത്ത ഒരു വ്യവസ്ഥിതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് GDP വർദ്ധിപ്പിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല, സമ്പൽ സമൃദ്ധമായിട്ട് ഉള്ളൊരു സംഘർഷരഹിതമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജോബ് കാർഡ് വെച്ച് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാം. പർച്ചേസിങ് പവർ പരമാവധി ഉള്ള, അതായത് 100% കോൺസ്റ്റൻ്റായ ഒരു സൂപ്പർ മണിയാണ് ഈ ജോബ് കാർഡ്. അപ്പോൾ മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നല്ലോ. അല്ല അത് അതിന് പകരം വെക്കാൻ പറ്റുന്ന ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ കൺസെപ്റ്റ് ഓഫ് മണി അങ്ങ് പോകുന്നു. അതിന് പകരം എല്ലാം കിട്ടുന്ന ഒരവസ്ഥയിൽ ഈ മണി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിന്നത് കൊണ്ടിട്ട് എന്താ ദോഷം? ഇത് ഈ 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന മോണിറ്ററി സിസ്റ്റം കൊളാപ്സ് ചെയ്യുമെന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് സാമ്പത്തിക വിദഗ്ധരും ഏറ്റവും ഒടുവിൽ 3 ആഴ്ച മുമ്പ്. അല്ല, അത് പേപ്പർ കറൻസിയെ സംബന്ധിച്ച മണി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചല്ല. പേപ്പർ കറൻസി ഇത് ഒരു വേറൊരു സിസ്റ്റം ഇവോൾവ് ചെയ്യും. അതെ, കറൻസി പോകുന്നുണ്ടല്ല. പക്ഷേ പേപ്പർ കറൻസി ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ നിൽക്കുകയാണ്. അവിടെ 1-2 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒന്ന്, ജോബ് കാർഡ് നടപ്പിലാക്കിയ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ? ഇപ്പം ജീസസ് പറഞ്ഞ അനുസരിച്ചില്ല എന്നുള്ളതാണ്. 2, ചില സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ തന്നെ വന്നിട്ടുള്ള നേരത്തെ ഉള്ളൊരു കൺസെപ്റ്റാണ് ടൈം ബാങ്ക്. നിങ്ങളുടെ ലേബർ അവിടെ ചെന്ന് ആ ബാങ്കിൽ അവിടെയുള്ള അപ്പോൾ ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാം ലേബറേഴ്സിന് വേണ്ടി ഒരു ബാങ്ക് തുടങ്ങുക, അവരുടെ സേവനമെല്ലാം അവിടെ കൊടുക്കുമ്പോൾ അത് ക്രെഡിറ്റ് ആയിട്ട് വരും. അപ്പോൾ മറ്റൊരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്കുള്ള ക്രെഡിറ്റ് അത് ഡെബിറ്റായിട്ട് എടുത്ത് ഇയാൾക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ കൺസെപ്റ്റുമായിട്ട് സമാനമാണല്ലോ ഈ ജോബ് കൺസെപ്റ്റുമായിട്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആധുനികമായ രീതിയിൽ, അതായത് ടെക്നോളജി അതിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കുറഞ്ഞ വർഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഉള്ള വരുമ്പോൾ ഈ ജോബ് കാർഡ് ഒരു ഇലക്ട്രോണിക് കാർഡ്, അതിനകത്ത് നമ്മുടെ എല്ലാ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മാത്രമല്ല, അതായത് ATM കാർഡ് പോലെ അല്ലെങ്കിൽ ഇത് പാൻ കാർഡ് പോലെയൊക്കെ ഉള്ള അതിൻ്റെ എല്ലാത്തിൻ്റെ സംയോജിപ്പിച്ച്, അത് മാത്രമല്ല ഒരു മാസം എത്ര മണിക്കൂർ ഒരാൾ ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാർഡാണ് ഈ ജോബ് കാർഡ്.